ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കേരള തീരത്തിനടുത്ത് അറബിക്കടലിൽ ഉണ്ടായ കപ്പൽ അപകടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി. മത്സ്യസമ്പത്തിനുണ്ടായ നഷ്ടം സാമ്പത്തിക നഷ്ടമായി കണക്കാക്കി കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിഷയത്തിൽ NIAക്ക് ഇടപെടാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനോടും കോടതി ആവശ്യപ്പെട്ടു. MSC എൽസ-3 മുങ്ങിയതിന്മേലുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. അപകടത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കണം, വീഴ്ചയുണ്ടാകരുത്. സംസ്ഥാന സർക്കാരിന് ചെലവായ തുകയ്ക്ക് പുറമെ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടിയും ശക്തമാക്കണം. ഇതുവരെ ചെലവാക്കിയ തുകയുടെ കണക്ക് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. കപ്പൽ കമ്പനിയെ അറസ്റ്റ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നും കോടതി ഓർമ്മിപ്പിച്ചു. പാരിസ്ഥിതികാഘാതവും പരിശോധിക്കണം. ദേശീയ അന്വേഷണ ഏജൻസിക്ക് വിഷയത്തിൽ ഇടപെടാനാകുമോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എൽസ-3 കമ്പനിക്കെതിരെ BNS പ്രകാരം കേസെടുത്ത കാര്യം സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതുവരെ സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി നൽകും. MSC എൽസ-3 കമ്പനിക്ക് നോട്ടീസ് അയച്ചെന്നും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അവർ പറഞ്ഞതായും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കി. വാൻഹായ് കപ്പൽ അപകടവും ഹർജിയുടെ ഭാഗമാകും. കേസ് അടുത്ത 19-ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. അതേസമയം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് തിരിച്ചടിയായി ഹൈക്കോടതിയുടെ നിർദ്ദേശം. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഹർജിയിൽ MSC കമ്പനിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. MSC മാൻസ F എന്ന കപ്പൽ തടഞ്ഞുവെക്കാനാണ് നിർദ്ദേശം നൽകിയത്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണിപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഉത്തരവ്? വിഴിഞ്ഞം തുറമുഖ അതോറിറ്റിയോടാണോ കോടതി ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, ഈ എൽസ-3 കപ്പൽ മുങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് കാഷ്യൂ പ്രൊമോഷൻ കൗൺസിൽ എക്സ്പോർട്ട് കൗൺസിൽ ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഹർജിയുടെ ആവശ്യം ഇതായിരുന്നു: ഈ കപ്പൽ മുങ്ങിയ ഘട്ടത്തിൽ അതിൽ കശുവണ്ടി ധാരാളം ഉണ്ടായിരുന്നു. അത് 6 കോടി രൂപയുടെ നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രൊമോഷൻ കൗൺസിൽ എക്സ്പോർട്ട് കൗൺസിൽ ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ വിഴിഞ്ഞത്ത് ഈ MSC എൽസ-3യുടെ സിസ്റ്റർ കപ്പലായ മനാസ എന്ന് പറയുന്ന കപ്പൽ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഹാജരാക്കുന്നത് വരെ, അല്ലെങ്കിൽ അത് നൽകുന്നത് വരെ ഈ MSC മനാസ എന്ന് പറയുന്ന കപ്പൽ തടഞ്ഞു വെക്കണം എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വിഴിഞ്ഞം പോർട്ട് അധികൃതർക്കാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ടതായ കാര്യം, എൽസ-3യുടെ അപകടവുമായി ബന്ധപ്പെട്ട് ഈ കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ നിർണായകമായൊരു നടപടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കാഷ്യൂ എക്സ്പോർട്ടേഴ്സിന് വലിയൊരു നഷ്ടം ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടം നികത്തുന്നതിന് വേണ്ടി 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇപ്പോൾ ഈ കമ്പനി നൽകണം. അതല്ല എങ്കിൽ ഈ മനാസ എന്ന് പറയുന്ന കപ്പലിന്റെ തുടർ യാത്രകൾ നിലവിൽ സാധ്യമല്ല എന്നൊരു നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. വിജയകുമാർ. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ഹർജിയിലാണ് MSC കമ്പനിയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കാൻ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ അതോറിറ്റിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ നഷ്ടം, അതിന് തുല്യമായ തുക അതിൻ്റെ DD ആയി നൽകണം എന്നതാണ് ആവശ്യം. അതിന്മേൽ തീരുമാനമെടുക്കുന്നത് വരെ കപ്പൽ തടഞ്ഞു വെക്കണം എന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി തീരത്തിനടുത്ത് അറബിക്കടലിൽ MSC എൽസ കപ്പൽ മുങ്ങിയതിൽ കമ്പനിക്ക് അന്ത്യശാസനവുമായി കേന്ദ്ര സർക്കാർ. എണ്ണ ചോർച്ച തടയാൻ 48 മണിക്കൂറിനുള്ളിൽ നടപടി തുടങ്ങണം എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട് കോസ്റ്റൽ പോലീസ് എടുത്ത കേസിൽ ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങി. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി നിയമപോരാട്ടം വേണ്ടെന്നായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആദ്യ നിലപാട്. എന്നാൽ കേരളം കേസെടുത്തതിന് പിന്നാലെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും MSCക്കെതിരെ നടപടി കടുപ്പിച്ചു. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം MSCക്ക് അയച്ച നോട്ടീസിൽ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ തീരത്തെയും സമുദ്രാവാസ വ്യവസ്ഥയെയും കടുത്ത ആഘാതത്തിലാക്കി. കേരള തീരത്തെ കപ്പൽ അപകടം ഇതിനോടകം ബാധിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി നഷ്ടമായി. സാൽവേജ് നടപടിക്രമങ്ങൾ മെയ് 30 വരെ കമ്പനി വൈകിപ്പിച്ചു. തുടക്കത്തിലെ കാലതാമസം വലിയ തിരിച്ചടിയുണ്ടാക്കി. ഇന്ധനം നീക്കുന്ന നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. 40 മണിക്കൂറിനുള്ളിൽ എണ്ണ ചോർച്ച നീക്കുന്നതിനുള്ള നടപടി തുടങ്ങണം, അല്ലെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം നടപടിയെന്നും നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകി. ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് എടുത്ത കേസിൽ മൊഴിയെടുക്കൽ ആരംഭിച്ചിട്ടുണ്ട്.
നമ്മുടെ ടീം ഇത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്രൂ മെമ്പർ അവിടെ മംഗളപുര മാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. കേസിലൂടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് അറിയാൻ പറ്റും സ്റ്റേറ്റ് എടുക്കണോ ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനിടെ കപ്പലിലെ ആദ്യ ഇന്ധന ചോർച്ച അടച്ചു. ഇന്ധന ടാങ്ക് 22-ലെ സൗണ്ടിംഗ് പൈപ്പിലെ ചോർച്ചയാണ് അടച്ചത്. മെയിൻ എഞ്ചിൻ ലൂബ് ഓയിൽ ടാങ്കിലും ചോർച്ചയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തീപിടിച്ച് കടലിൽ ഒഴുകി നീങ്ങുന്ന വൻഹായ് 503 എന്ന ചരക്കു കപ്പലിനെ നിയന്ത്രണത്തിലാക്കി രക്ഷാപ്രവർത്തകർ. കപ്പലിനെ കൂടുതൽ ഉൾക്കടലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തീയണയ്ക്കുന്നതിന് നാവികസേന ഹെലികോപ്റ്ററിൽ നിന്ന് ഡ്രൈ കെമിക്കൽ പൗഡർ കപ്പലിനുള്ളിലേക്ക് വിതറി. അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് ചരക്ക് കപ്പലിലെ തീയുടെ വ്യാപനം നിയന്ത്രിക്കാൻ കഴിഞ്ഞ ദിവസം സാധിച്ചിരുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ലെങ്കിലും വലിയ നേട്ടമാണ് രക്ഷാപ്രവർത്തകർ കൈവരിച്ചത്. ഇതിന് പിന്നാലെയാണ് നേവിയുടെ ഹെലികോപ്റ്ററിൽ ഡ്രൈ കെമിക്കൽ പൗഡർ വിതറിയത്. ഇതോടെ തീ പിടിക്കുന്ന ഭാഗങ്ങളിലെ ഓക്സിജന്റെ സാന്നിധ്യമില്ലാതാകും. കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ വ്യാപിക്കുന്നത് നിയന്ത്രിക്കാനും സാധിക്കും. സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്നിവയാണ് ഡ്രൈ കെമിക്കലുകളായി ഉപയോഗിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായതിനു പിന്നാലെ ഒഴുകി നടന്ന കപ്പലിനെ നിയന്ത്രിക്കാൻ സാധിച്ചതും രക്ഷാദൌത്യത്തിലെ നിർണായക മുന്നേറ്റമായി. ഹെലികോപ്റ്ററിൽ കപ്പലിന്റെ ബോ ഭാഗത്തിറങ്ങി കപ്പലിന്റെ മുൻവശത്തെ കൊളുത്തിൽ വടം കെട്ടി കോസ്റ്റ് ഗാർഡ് കപ്പലായ സമുദ്രപ്രഹരുമായി ബന്ധിപ്പിച്ചതും വലിയ നേട്ടമാണ്. കാലാവസ്ഥ അനുകൂലമായാൽ കപ്പലിനെ കെട്ടിവലിച്ച് പുറംകടലിലേക്ക് കൂടുതൽ ദൂരം കൊണ്ടുപോകാനാണ് തീരുമാനം. ഇതോടെ തീരദേശത്തുണ്ടാകുന്ന ഭീഷണിക്കും അറുതി വരുമെന്നാണ് വിലയിരുത്തൽ. നിലവിലെ രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയാൽ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് തീ നിയന്ത്രണ വിധേയമാക്കി ചരക്ക് കപ്പലിനെ പുറംകടലിലേക്ക് കൂടുതൽ ദൂരം കെട്ടിവലിച്ചുകൊണ്ട് പോകാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ. അത് എത്രയും വേഗം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. വിമർശനങ്ങൾക്ക് പിന്നാലെ ഹൈസ്കൂൾ ക്ലാസ് സമയമാറ്റത്തിൽ പുനഃപരിശോധനയ്ക്ക് സർക്കാർ. മുഖ്യമന്ത്രിയെ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാഹചര്യം വിശദീകരിക്കും. സമയമാറ്റത്തിൽ എല്ലാവരുടെയും അഭിപ്രായം തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഉണർത്താനുള്ളത് മദ്രസയുടെ സ്കൂളിൻ്റെ സമയം മാറ്റം അതൊരു അരമണിക്കൂർ ജാസ്തിയാക്കുമ്പോൾ അതുകൊണ്ട് ഈ മതരംഗത്ത് പഠിക്കുന്ന 12 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത്. സ്കൂൾ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വിമർശനം. വേദിയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയെ കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സമയം വർദ്ധിപ്പിച്ചതിന്റെ സാഹചര്യം വിശദീകരിക്കും. സമസ്ത ഉന്നയിച്ച കാര്യം പരിശോധിക്കുമെന്നും എല്ലാവരുടെയും അഭിപ്രായം തേടിയാകും നടപ്പാക്കുകയെന്നും വിദ്യാഭ്യാസ മന്ത്രി. ജനാധിപത്യ സംവിധാനമുണ്ട്. ഏത് തെറ്റും ശരിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചാലും കൂടിയാലോചനയുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന സമസ്ത ഏറ്റവും പുരോഗമനപരമായുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശക്തമായ പ്രവർത്തനം നടത്തുന്നവരാണ്. അതൊരു കൂടിയാലോചന ഉണ്ടാവും. അവരോട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയാറിനെ സംസാരിക്കാൻ മുഖ്യമന്ത്രിയായിട്ടാണ് സംസാരിച്ചിട്ട് തീരുമാനിച്ചത്. പുതുക്കിയ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഹൈസ്കൂളുകളുടെ പ്രവർത്തന സമയം അരമണിക്കൂറാണ് വർദ്ധിപ്പിച്ചത്. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് വിദഗ്ധ സമിതിയെ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ചിരുന്നു. ഈ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് സമയം കൂട്ടിയത്. ദേശീയ വിദ്യാഭ്യാസ നിയമമനുസരിച്ച് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ ക്ലാസ് സമയം ഉറപ്പാക്കണം. ഇതിനായാണ് 6 അധിക ശനിയാഴ്ചയും ദിവസവും അരമണിക്കൂറും ക്ലാസ് സമയം കൂട്ടാൻ തീരുമാനിച്ചത്. 24 തിരുവനന്തപുരം. നിലമ്പൂരിൽ പോരാട്ടച്ചൂട്. പ്രതിപക്ഷ നേതാവിന്റെ ജമാഅത്തെ ഇസ്ലാമി അനുകൂല പ്രസ്താവനയിൽ UDF-ൽ അതൃപ്തി പുകയുന്നു. വി ഡി സതീശന്റെ പ്രതികരണത്തിൽ മുസ്ലിം സംഘടനകൾക്കുള്ള എതിർപ്പ് തിരിച്ചടിയാകുമോ എന്നാണ് നേതാക്കളുടെ ആശങ്ക. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ നൽകുന്നതിനെ സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്താനാണ് LDF-ന്റെ ശ്രമം. വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത് വിവാദമാക്കാനുള്ള രാഷ്ട്രീയ എതിരാളികളുടെ നീക്കം പ്രതിരോധിക്കുമ്പോഴാണ് വി ഡി സതീശനിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്ന പ്രതികരണം വരുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവനയിൽ മുസ്ലിം സമുദായത്തിലെ ഇതര മതസംഘടനകളായ സമസ്തയ്ക്കും കാന്തപുരം AP സുന്നി വിഭാഗത്തിനും എതിർപ്പുണ്ട്. നിലമ്പൂരിലെ പ്രബല വോട്ട് ബാങ്കായ ഈ വിഭാഗത്തിൻ്റെ എതിർപ്പ് മുന്നണിയുടെ സാധ്യതകളെ സ്വാധീനിക്കുമെന്നാണ് UDF-നുള്ളിലെ ആശങ്ക. ഇത് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുമുണ്ട്.
രാഷ്ട്രീയ ജാഗ്രതയില്ലാത്ത പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായതെന്നാണ് പൊതുവികാരം. കോൺഗ്രസിൽ വി ഡി സതീശനെ എതിർക്കുന്ന വിശാല ഐ ഗ്രൂപ്പിലെ ചില നേതാക്കൾ അതൃപ്തി നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിലും കോൺഗ്രസിലും അതൃപ്തി ഇല്ലാതാക്കാൻ KPCC അധ്യക്ഷൻ തന്നെ മുന്നിട്ടിറങ്ങി. സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകി. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും പാണ്ഡിത്യവുമെല്ലാം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവും. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-ലുണ്ടാക്കിയിരിക്കുന്ന അതൃപ്തി തിരിച്ചറിഞ്ഞാണ് LDF-ന്റെ നീക്കങ്ങൾ. വിഷയം സജീവമായി നിലനിർത്തുകയാണ് ഇടത് തന്ത്രം. ജമാഅത്തെ ഇസ്ലാമുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച കോൺഗ്രസ് നേതൃത്വം വലിയ വിമർശനത്തിനാണ് ഇപ്പോൾ വിധേയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വരികയാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഐക്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിനോടുള്ള സമീപനം എന്ന കാര്യം പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. UDF-ന്റെ അതൃപ്തി മുതലെടുക്കുന്നതിന്റെ ഭാഗമായി ആക്രമണം പ്രതിപക്ഷ നേതാവിലേക്ക് കേന്ദ്രീകരിക്കാനും LDF ശ്രമിക്കുന്നുണ്ട്. മതന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള ഒരു ജില്ലയിൽ എളുപ്പത്തിൽ കുറച്ച് വോട്ട് കിട്ടാൻ മത തീവ്രവാദവുമായി സന്ധി ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും കേരളത്തിൻ്റെ സമാധാന അന്തരീക്ഷത്തെയും മത സൗഹാർദ്ദത്തെയും പൂർണ്ണമായി തകർക്കാൻ വേണ്ടിയുള്ള സാധ്യതകളെ തുറന്നു വെക്കുന്ന നിലപാടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ ലാഭത്തിനു വേണ്ടി ഇപ്പോൾ UDF സ്വീകരിച്ചിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അനുകൂല പ്രതികരണത്തിൽ ഉദ്ദേശിച്ചെന്താണെന്ന് ഇതര സംഘടനകൾക്ക് ബോധ്യമായിട്ടുണ്ടെന്നാണ് വി ഡി സതീശൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. 24 തിരുവനന്തപുരം. UDF-നുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ വിവാദമായതിന് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ചർച്ച നടത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കോഴിക്കോട് സമസ്ത ഓഫീസിലെത്തിയായിരുന്നു ചർച്ച. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ചയായെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രത്യേക നിർദ്ദേശം കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. സൗഹൃദമായിട്ട് കാര്യങ്ങളൊക്കെ, രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഞങ്ങൾക്ക് ചില ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകി. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും പാണ്ഡിത്യവുമെല്ലാം ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടാവും. ചില ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഗവൺമെൻറ് വേണ്ടത്ര ആലോചനയില്ലാതെയാണ് ആ കാര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ഗവൺമെൻറ് സംസാരിക്കേണ്ടതാണ്. അതേസമയം വെൽഫെയർ പാർട്ടി പിന്തുണയിൽ അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. ഓരോ മുന്നണിയിലും ആ മുന്നണീൻ്റെ നേതാക്കന്മാരും അതിനോട് ബന്ധപ്പെട്ടവരുള്ള ആ ചർച്ചകളൊക്കെ ചെയ്യേണ്ടത്. ഞാനെന്തായാലും എനിക്കതിന് പൊന്നൂക്കിനോടത്ത് പൂച്ചക്കെന്താന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല, അതിപ്പോൾ ഞാനതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. അത് ഓരോരുത്തരും അവരവർക്ക് ജയിക്കാനുള്ള നിൽക്കുന്ന ആളുകളൊക്കെ എല്ലാവരും കൂട്ടുമല്ലോ. ഏത് മുന്നണീൻ്റെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാവും. അതനുസരിച്ച് അവർക്ക് കൂട്ടാൻ പറ്റുന്നതിലൊക്കെ കൂട്ടാലോ. അതിപ്പോൾ നമ്മളതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നമ്മളെ ഒരു മേഖലയല്ല അത്. ഞങ്ങളെന്തിന് മറ്റവരെ കൂട്ടി ഇവരെ കൂട്ടി. ഇപ്പോൾ LDF ഏതെങ്കിലും ഒരു പാർട്ടിയെ കൂട്ടി അവരെന്തിനും നിങ്ങൾ കൂട്ടി നമുക്ക് ചോദിക്കാൻ പറ്റും. ചോദിച്ചാൽ പറയില്ല നിങ്ങളെന്തിനാ ചോദിക്കാൻ വന്നതെന്ന് പറയും. നിലമ്പൂരിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു എന്ന LDF-ന്റെ പരാതി. മൊബൈൽ ഫോൺ വഴി മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. ശ്രീജിത്ത്, ആരാണ് ഈ രീതിയിൽ പ്രചാരണം നടത്തുന്നത് എന്ന് LDF പറയുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഈ പരാതിയിലെ മറ്റു വിവരങ്ങൾ? LDF-ന്റെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി PM ഷൗക്കത്ത് അലി നമ്മോടൊപ്പം ചേരുകയാണ്. ഇവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരു മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു സന്ദേശങ്ങൾ വ്യാപകമായി നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. എന്താണ് ഈ ഒരു മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതായത് വ്യക്തിഹത്യ, വർഗീയത ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വരാജിനെതിരായും വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണല്ലോ, ഒരു നമ്പറാണ് ഇപ്പോൾ നമ്മുടെ പരാതിക്കാധാരമായി നാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഒരു സംഘടിതമായ രീതിയിൽ തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തി സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കുക, ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുക, ഇതെല്ലാം ഇതിൻ്റെ നമ്പറുകളിലേക്ക് അയച്ചിട്ടുള്ളതായിട്ട് അറിവ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും ഇത് അപലപിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് കണ്ടതുകൊണ്ടും ഞാനതിൻ്റെ ഉത്തരവാദിത്വമുള്ള സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് UDF-ന്റെ ഭാഗത്തു നിന്നാണോ ഇതെന്നാണോ അത് സ്വാഭാവികമായും അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റും. അതായത്
ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളും ചേർന്ന് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ അത് പോലീസിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. തീർച്ചയായും ആ പരാതി PM ഷൗക്കത്ത് നൽകിയിട്ടുണ്ട്, ഷൗക്കത്ത് അലി നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ നിലമ്പൂർ പോലീസിനുമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നടപടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തെളിവുകളടക്കം, അതായത് സ്വരാജിനെതിരെ വർഗീയപരമായ പരാമർശങ്ങൾ അടങ്ങിയ വാട്സാപ്പ് സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടുകളും ആ സന്ദേശങ്ങളും അടക്കമാണ് ഇപ്പോൾ പോലീസിലേക്കും ഇലക്ഷൻ കമ്മീഷനിലേക്കും നൽകിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കുന്നത്. വിജയകുമാർ. ശ്രീകുമാരനാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി സാഹിത്യ സാംസ്കാരിക മേഖലയിലും ചേരിപ്പോര്. സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ പ്രഖ്യാപനത്തിലാണ് എഴുത്തുകാർ തമ്മിലുള്ള വാക്പോര്. അതേസമയം LDF സ്ഥാനാർത്ഥി M സുരാജിനെ പിന്തുണച്ചതിന് പിന്നാലെ ചലച്ചിത്ര നാടക നടി നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ വ്യാപക സൈബർ ആക്രമണം നടക്കുകയാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന സ്വരാജ് സാഹിത്യോത്സവങ്ങൾ ഉൾപ്പെടെ സ്ഥിരം സാന്നിധ്യം. ആര്യൻ ഷൗക്കത്താകട്ടെ തിരക്കഥാകൃത്തായും ചലച്ചിത്ര നിർമ്മാതാവായും മികവ് തെളിയിച്ചയാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുത്തതോടെ സാംസ്കാരിക രംഗത്തുള്ളവർ പക്ഷം പിടിച്ച് രംഗത്തെത്തി. ആശാസമരത്തിൽ ഉൾപ്പെടെ സർക്കാരിനോട് വിമർശനം ഉന്നയിച്ചെങ്കിലും നിലമ്പൂരുകാരനായിരുന്നെങ്കിൽ വോട്ട് സ്വരാജിന് ചെയ്യുമായിരുന്നുവെന്ന് കവി സച്ചിദാനന്ദൻ. സ്വരാജിന് വോട്ട് ചെയ്യാനാകുന്നില്ലെന്ന സങ്കടമുണ്ടെന്ന് പറഞ്ഞ് മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയായിരുന്നു KR മീരയുടെ പിന്തുണ. ഇതിന് പിന്നാലെയാണ് പരോക്ഷ വിമർശനവുമായി PF മാത്യൂസ് രംഗത്തെത്തിയത്. സാംസ്കാരിക നായകർ സർക്കാരിന് ദാസ്യപ്പണി ചെയ്യുകയാണെന്ന് ഫേസ്ബുക്ക് കുറിപ്പ്. നടന്മാരായ PP കുഞ്ഞികൃഷ്ണൻ സ്വരാജിന് വേണ്ടിയും ജോയ് മാത്യു ആര്യൻ ഷൗക്കത്തിന് വേണ്ടിയും കളത്തിലിറങ്ങി. അതിനിടെ നിലമ്പൂർ ആയിഷയ്ക്ക് നേരെ സൈബർ ആക്രമണം. ഞാൻ തള്ളച്ചിയാണല്ലോ, ഞാൻ തള്ളച്ചിയാണ്. അത് അവരൊക്കെ വിളിച്ചോട്ടെ, അത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ ആളുകൾ കൊണ്ട് പറയിപ്പിക്കുകയാണ്. നിങ്ങൾ പറയും, ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്റ്റാൻഡേർഡ് പോകൂലേ, അതുകൊണ്ടുള്ള പറച്ചിലാണത്. എഴുത്തുകാർ സ്വരാജിനൊപ്പം എന്ന വൈശാഖന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കൽപ്പറ്റ നാരായണൻ രംഗത്തെത്തി. വിവാദങ്ങളിൽ പ്രതികരിച്ച് മുന്നണികളും. എല്ലാവരും അല്ല, എഴുത്തുകാരിൽ നന്നായി ചിന്തിക്കുന്ന നിരവധി പേര് ജനാധിപത്യ ശക്തികളുടെ ഭാഗത്താണ്, മതേതര ശക്തികളുടെ ഭാഗത്താണ്, UDFന്റെ കൂടെയാണ്, കോൺഗ്രസിന്റെ കൂടെയാണ്. എഴുത്തുകാരും കലാകാരന്മാരും എല്ലാം കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം രാഷ്ട്രീയ അഭിപ്രായമുള്ളവരും നിലപാടുള്ളവരുമാണ്. അത് പറയുന്നതിൽ എന്ത് തെറ്റ് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം. സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോത സാംസ്കാരിക ലോകത്ത് ചൂടേറിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ്. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ. ആശാ വർക്കേഴ്സിനെ അപമാനിച്ച സർക്കാരിനെതിരെ ജനങ്ങൾ വിധി എഴുതണമെന്നാവശ്യപ്പെട്ട് നിലമ്പൂരിൽ ആശാ വർക്കേഴ്സിന്റെ പ്രചാരണം. ചന്തക്കുന്നിൽ നിന്ന് നിലമ്പൂർ ടൗൺ വരെ പ്രകടനം നടത്തി. സമരം ചെയ്യുന്ന 1% ആശമാർ ആർക്കു വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് ബോധ്യമായില്ലേ എന്നാണ് CPMന്റെ ചോദ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരത്തിന് പിന്നാലെയാണ് ആശാ വർക്കർമാർ സംസ്ഥാനത്തുടനീളം രാപ്പകൽ സമരയാത്ര ആരംഭിച്ചത്. ഈ യാത്രയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മണ്ഡലത്തിലേക്ക് എത്തിയത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചന്തക്കുന്നിൽ നിന്ന് നിലമ്പൂർ ടൗണിലേക്ക് പ്രതിഷേധ പ്രകടനം. ആശാ സമരത്തോടുള്ള സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനത്തിനെതിരെ നിലമ്പൂരിൽ വിധിയെഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്ന നോട്ടീസ് കടകളിലും വീടുകളിലും വിതരണം ചെയ്തു. സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമാണ് സർക്കാർ എന്ന് മിനി 24നോട്. ഞങ്ങളെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്, പ്രതികരിക്കുന്ന ആശമാരെ വിരട്ടുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ആശാ വർക്കർമാരെ അപമാനിച്ചവർക്ക് വോട്ടില്ല, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഇന്നതിന് തുടക്കം കുറിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ആശാ വർക്കർമാരുടെ ശക്തമായൊരു ക്യാമ്പയിൻ ഉണ്ടാവും. ആശാ വർക്കർമാരുടെ നിലപാട് മണ്ഡലത്തിൽ ബാധിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ ധാരണയുണ്ട്. ഏറ്റവും കൂടുതൽ ആശമാർക്ക് പൈസ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അലവൻസ് കൊടുക്കുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ. എന്നിട്ട് സമരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ കളി കളിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആ കളിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് യാതൊന്നും തന്നെ പറയാനില്ല. ആശാ വർക്കർമാരോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ആശമാർ സർക്കാരിനൊപ്പം എന്ന് മന്ത്രി വീണ ജോർജും 24നോട് പ്രതികരിച്ചു. വിപിൻ C വിജയൻ, ടീം 24 നിലമ്പൂർ. കൊല്ലം കുണ്ടറയിൽ ഗ്ലാസ് പൊട്ടി കാലിൽ കയറി LKG വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. എയ്തൻ സുനീഷാണ് മരിച്ചത്. അപകട സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഏറെ നേരം രക്തം വാർന്നുപോയ ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അരുൺ രാജ് വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ ഇത്രയും സമയം രക്തം വാർന്ന കുട്ടി തനിയെ വീട്ടിൽ കിടന്നു, എന്താണ് സംഭവിച്ചത്? അങ്ങേയറ്റം ദാരുണമായൊരു സംഭവമാണല്ലോ അരുൺ.
തീർച്ചയായും വിജയകുമാർ, വളരെ വേദനിപ്പിക്കുന്ന വളരെ ദാരുണമായ സംഭവമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് സംഭവം. ഈ വീട്ടിനുള്ളിൽ ഈ എയ്തനും എയ്തന്റെ സഹോദരനും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് പിതാവ് എത്തി എയ്തന്റെ സഹോദരനെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒപ്പം പോകണമെന്ന് എയ്തൻ കൂടി വാശി പിടിച്ചു. പക്ഷേ അതേസമയം അടച്ചിട്ടിട്ട് മാതാവും എയ്തനും മാത്രമുള്ളപ്പോഴാണ് പിതാവ് സഹോദരനുമായി പുറത്തേക്ക് പോകുന്നത്. ഈ പിതാവിനൊപ്പം പോകാൻ വേണ്ടി എയ്തൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ ഗ്ലാസ് ടീപ്പോയ്ക്ക് മുകളിൽ കയറി എയ്തൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഗ്ലാസ് ടീപ്പോ പൊട്ടി എയ്തന്റെ കാലിൽ തറയ്ക്കുന്നത്. അങ്ങനെ കാലിൽ ആഴത്തിലുള്ള മുറിവ്, എയ്തന്റെ 2 കാലിലും ആഴത്തിൽ മുറിവ് സംഭവിച്ചു. പക്ഷേ ഈ സമയം ഈ മാതാവ് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു, അവിടെ കുളിക്കുകയായിരുന്നു. പക്ഷേ ഈ കുട്ടി കരയുന്ന കേട്ടപ്പോൾ ഈ വാശി പിടിച്ച് കരയുകയാണെന്നാണ് ആദ്യഘട്ടത്തിൽ മാതാവ് കരുതിയത്. ഈ കുറെ നേരം കഴിഞ്ഞ് കുട്ടിയുടെ കരച്ചിൽ കേൾക്കാതെ വന്നതോടെയാണ് മാതാവ് ഈ സ്ഥലത്തെത്തി കുട്ടിയെ അന്വേഷിച്ചപ്പോഴാണ് ബോധരഹിതനായി ഈ കുട്ടി കിടക്കുന്നത് കാണുന്നത്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ എയ്തന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ വീട്ടിൽ ബന്ധുക്കളാരും തന്നെ ഇല്ല. കാരണം അല്പസമയം മുമ്പ് വരെ പോലീസ് എത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ സുഹൃത്തുക്കളും അറിഞ്ഞെത്തുന്നവരും മാത്രമാണ് ഇവിടെയുള്ളത്. സംസ്കാര ചടങ്ങുകളടക്കമുള്ളവ പള്ളിയിലാണ് നടക്കുക. എയ്തന്റെ വീട്ടിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എയ്തന്റെ ബന്ധുക്കൾ, അച്ഛന്റെ അടക്കമുള്ള ബന്ധുക്കൾ ഇപ്പോൾ പാരിപ്പള്ളി ആശുപത്രിയിൽ നിന്ന് ഇതിനെ കൊണ്ടുവരാനായി പോയിരിക്കുകയാണ്. എന്തായാലും ദാരുണമായ സംഭവമാണ്. നാട്ടുകാരെല്ലാം തന്നെ അതിന്റെ ഞെട്ടലിലാണ്. ഇപ്പോൾ അറിഞ്ഞെത്തിയവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തതയില്ല. കാരണം കുട്ടിയാണ്, എന്താണ് അകത്ത് സംഭവിച്ചത്. പക്ഷേ ഇത് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അനുമാനവും അതുപോലെ തന്നെ മാതാവിന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. ഏറെ നേരം രക്തം വാർന്നു പോയ ശേഷമാണ് കുട്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിദാരുണമായൊരു സംഭവം. അരുൺരാജ് ആ കുട്ടിയുടെ വീട്ടിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ പടിയൂരിലെ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2ാം ഭാര്യയെയും അമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി നാട് വിട്ടിരുന്നു. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും പ്രേംകുമാർ പ്രതിയാണ്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അഭിനന്ദ്, ഇത് പ്രേംകുമാർ തന്നെ ഉറപ്പിച്ചോ? നേരത്തെ പോലീസിനൊരു സംശയമുണ്ട്, സാദൃശ്യമാണ് എന്ന് പറഞ്ഞു ആ മൃതദേഹം. പക്ഷേ അത് ഇപ്പോൾ ഉറപ്പിച്ചോ, സ്ഥിരീകരിച്ചോ പോലീസ്? വിജയകുമാർ, ഇപ്പോൾ പോലീസ് ഇക്കാര്യം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രേംകുമാറിന്റെ മൃതദേഹം തന്നെ എന്നുള്ള സ്ഥിരീകരണത്തിലാണ് നിലവിലുള്ളത്. അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് തൃശ്ശൂർ നിന്നുള്ള പോലീസ് ഡിവൈഎസ്പി നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് പോലീസുമായി നിരന്തരമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായി ഹൃദയാഘാതമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇക്കാര്യം എന്തായാലും മകളെയാണ് വിവരം അറിയിച്ചിട്ടുള്ളത്. ആദ്യം കഴിഞ്ഞ ജൂൺ 4-ാം തീയതി ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. രേഖയും മണിയും കൊലപ്പെടുത്തിയതിനു ശേഷം അതിസമർത്ഥമായാണ് തൃശ്ശൂരിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ടത്. ഒരു തരത്തിലുള്ള തുമ്പും അവശേഷിപ്പിച്ചിരുന്നില്ല. പോലീസ് ഊർജിതമായ അന്വേഷണമായിരുന്നു തൃശ്ശൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തൃശ്ശൂർ ഡിവൈഎസ്പി നേതൃത്വമുണ്ടായിരുന്നു. തൃശ്ശൂർ റൂറൽ പോലീസ് ഒന്നാകെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇത് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അങ്ങനെയാണ് ഉത്തരാഖണ്ഡ് പോലീസ് ഇന്ന് നടത്തിയ തിരച്ചിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇക്കാര്യം ഇപ്പോൾ എന്തായാലും ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം തൃശ്ശൂർ റൂറൽ SP അവിടെ എത്തിയതിനു ശേഷമായിരിക്കും നൽകുക എന്നാണ് അറിയുന്നത്. പക്ഷേ ഇയാളുടെ മൃതദേഹം തന്നെ എന്നുള്ള നിഗമനത്തിനാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. ഇയാൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ ആത്മഹത്യയാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ഇനി പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമായിരിക്കും വ്യക്തമാകുക. നിലവിൽ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് വ്യക്തമാക്കുന്നത്. ജൂൺ 4-ാം തീയതി ആയിരുന്നു സംഭവം ഉണ്ടായിരുന്നത്. രേഖയും മണിയും കൊലപ്പെടുത്തി അതിസമർത്ഥമായാണ് തൃശ്ശൂരിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ട് കടന്നു കളഞ്ഞത്. എന്തായാലും ഇപ്പോൾ അയാൾ മരിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനി തൃശ്ശൂർ റൂറൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി അതിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം 2ാം ഭാര്യയും അവരുടെ അമ്മയും കൊലപ്പെടുത്തി അതിനുശേഷം നാട് വിട്ടു. ആ പ്രതിയാണിപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് കേദാർനാഥിൽ. അത് അയാൾ തന്നെ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് തൃശ്ശൂർ റൂറൽ പോലീസ്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മൂന്നാറിൽ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലർക്കെതിരെ പ്രതിഷേധവുമായി CPI. ഗവർണറുടെ താമസ സ്ഥലമായ ഇക്കാ നഗറിൽ CPI പ്രവർത്തകർ തമ്പടിച്ചു. അവിടെ
CPI A2C പ്രവർത്തകർ ഗവർണറുടെ വാഹനം തടയാൻ ശ്രമിച്ചു. ഗോ ബാക്ക് വിളികളോടെ വാഹനം തടഞ്ഞ പ്രവർത്തകർ കരിങ്കൊടി വീശി. തുടർന്ന് പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ മാറ്റിയാണ് ഗവർണറുടെ യാത്ര തുടർന്നത്. സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിൽ സഹപ്രവർത്തകൻ ശുദ്ധികലശം നടത്തി ജാത്യധിക്ഷേപം നടത്തിയെന്ന് ഉദ്യോഗസ്ഥയുടെ പരാതി. താൻ സ്ഥലം മാറിപ്പോയപ്പോൾ ശുദ്ധികലശം നടത്തിയെന്നാണ് SC/ST കമ്മീഷനിൽ കോന്നി സ്വദേശിനി നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ തനിക്കെതിരെയുള്ള പരാതി വ്യാജമെന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റായ പ്രേമാനന്ദിന്റെ പ്രതികരണം. സെക്രട്ടേറിയറ്റിലെ അറ്റൻഡർ ആയിരിക്കെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന് കാണിച്ചാണ് പട്ടികജാതി കുറവർ സമുദായത്തിൽപ്പെട്ട കോന്നി സ്വദേശിനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെതിരെ SC/ST കമ്മീഷന് പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 1 ജീവനക്കാരി ദേവസ്വം സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് സ്ഥലം മാറിപ്പോയപ്പോൾ താൻ ഉപയോഗിച്ച മേശയും കസേരയും നീക്കം ചെയ്ത ശേഷം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ശുദ്ധികലശം നടത്തിയെന്നാണ് പരാതി. SC/ST കമ്മീഷൻ ലഭിച്ച പരാതിയിൽ ജൂൺ 20-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്ത് കൈമാറി. ആരോപണ വിധേയൻ സെക്രട്ടേറിയറ്റിലെ ഭരണാനുകൂല സംഘടനയിലെ ഭാരവാഹിയാണ്. പരാതിക്കാരി ഇതേ സംഘടനയിലെ അംഗവും. പരാതി പോലീസിന് കൈമാറിയ സാഹചര്യത്തിൽ 2 കൂട്ടരുടെയും മൊഴി വിശദമായി രേഖപ്പെടുത്തി അന്വേഷണം നടത്തും. തുടരന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. എന്നാൽ പരാതിയിൽ പറയുന്നത് പോലൊരു സംഭവം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടില്ലെന്നും പരാതി വ്യാജമാണെന്നും ആരോപണ വിധേയൻ പറയുന്നു. ഒരാളെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ആളല്ല താനെന്നും ജീവനക്കാരൻ പറഞ്ഞു. അതിനിടെ പരാതിക്കാരിയെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തി. സെക്രട്ടേറിയറ്റിലെ ജോലിക്കിടെ പലതവണ ആരോപണ വിധേയൻ തന്നോട് മോശമായി പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. റാപ്പർ വേടനെതിരെ വീണ്ടും BJP. കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ വേടന്റെ പാട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് BJP വൈസ് ചാൻസലർക്ക് പരാതി നൽകി. എന്നാൽ തന്റെ ജോലി തുടരും എന്നാണ് വേടന്റെ മറുപടി. വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗം രംഗത്തെത്തിയത്. വേടന്റെ പാട്ട് ഉൾപ്പെടുത്തിയത് പ്രതിഷേധാർഹമാണെന്ന് AK അനുരാജ് VC ഡോക്ടർ രവീന്ദ്രൻ നൽകിയ പരാതിയിൽ പറയുന്നു. പാട്ടുകൾ ഭാരതീയ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്നതാണെന്ന് AK അനുരാജ് 24നോട്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ ഇതിവൃത്തം അതെപ്പോഴും ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള സമരസപ്പെട്ടുള്ള ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന ആശയങ്ങളാണ് പലപ്പോഴും. അതാകട്ടെ പലതും അടിസ്ഥാനരഹിതമാണ്. സമൂഹത്തിലെ വലിയ വിഭാഗത്തെ എതിർക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടുകളാണ് വേടന്റേതെന്നും AK അനുരാജ് പറയുന്നു. ഞാൻ എൻ്റെ ജോലി നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഇതെൻ്റെ പണിയാണ്. അത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് രാത്രി നല്ലോണം കിടന്നുറക്കം വരുന്നുണ്ട്. ഞാൻ ഈ ജോലി തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മളിത് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഞാനത് നിർത്താൻ ഒരു പ്ലാനും ഇല്ല. ഇതെൻ്റെ ജോലിയാണ്, ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കും. ഭൂമി ഞാൻ വാഴുന്നിടമെന്ന വേടന്റെ പാട്ട് മൈക്കിൾ ജാക്സന്റെ പാട്ടിനൊപ്പം താരതമ്യ പഠനത്തിലാണ് സർവകലാശാല ഉൾപ്പെടുത്തിയത്. 24 തിരൂർ. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. MSC കമ്പനിയുടെ കപ്പൽ പിടിച്ചുവെക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകാമെന്ന് കപ്പൽ അധികൃതർ. അല്പസമയത്തിനകം കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇത്രയും തുകയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകിയാൽ ഈ കപ്പൽ വിട്ടുകൊടുക്കാൻ കഴിയും കോടതിക്ക്? അങ്ങനെയാണെങ്കിൽ 1:45 കോടതി അത് സംബന്ധിച്ചൊരു ഉത്തരവ് നൽകാനാണ് സാധ്യത, അല്ലേ? വിജയകുമാർ, നേരത്തെ കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് അവർ ഇത്തരത്തിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകാം എന്ന് കോടതിയെ അറിയിച്ചത്. പക്ഷേ ഔദ്യോഗികമായി കേസ് 1:45 വീണ്ടും പരിഗണിക്കുമ്പോഴായിരിക്കും കോടതി അവർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുക. ബാങ്ക് സെക്യൂരിറ്റി പാടില്ല, ഡിമാൻഡ് ഡ്രാഫ്റ്റ് തന്നെ നൽകണമെന്ന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് പോകണം. ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. കാഷ്യൂ എക്സ്പോർട്ടേഴ്സ് പ്രൊമോഷൻ കൗൺസിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എൽസ 3 എന്ന കപ്പൽ മുങ്ങുന്ന ഘട്ടത്തിൽ 6 കോടി രൂപയുടെ ക്യാഷ്നട്ട് അതിലുണ്ടായിരുന്നു. അത് തങ്ങൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 6 കോടിയുടെ നഷ്ടമാണ് കപ്പൽ മുങ്ങിയത് വഴി ഞങ്ങൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ MSC ഷിപ്പിംഗ് കമ്പനിയുടെ മറ്റൊരു കപ്പൽ ഇപ്പോൾ ഇവിടെ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട്. അത് തടഞ്ഞു വെക്കണം. ഈ 6 കോടിയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ലഭിക്കുന്നതുവരെ അത് തടഞ്ഞു വെക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ആ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കാഷ്യൂ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന് വേണ്ടി അഡ്വക്കേറ്റ് ജോയി തട്ടിലാണ് ഹാജരായത്. അദ്ദേഹത്തിന്റെ നിലപാടുകളോട് കോടതി യോജിക്കുകയായിരുന്നു. നിലവിൽ 1:45 കേസ് വീണ്ടും പരിഗണിക്കും. ഈ 6 കോടിയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കോടതിയിൽ
കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിലവിൽ MSC മനാസ എന്ന് പറയുന്ന കപ്പലിന് വിഴിഞ്ഞം തുറമുഖം വിട്ട് പോകാനാകും. അതല്ല എങ്കിൽ അവിടെ തന്നെ തുടരേണ്ടി വരും. അത്തരം നിർദ്ദേശമാണ് നിലവിൽ കോടതി വിഴിഞ്ഞം പോർട്ടിന് നൽകിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, കാഷ്യൂ എക്സ്പോർട്ടേഴ്സിന്റെ ആവശ്യം കണക്കിലെടുക്കുകയാണ്. ആ ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ് പാലിക്കാമെന്നാണ് കപ്പൽ കമ്പനി ഇപ്പോൾ പറയുന്നത്. 6 കോടി രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് നൽകാം എന്ന് അവർ കോടതിയെ അറിയിക്കും. അല്പസമയത്തിനകം ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ആ ഘട്ടത്തിലായിരിക്കും ഏതെങ്കിലും പുതിയ ഉത്തരവുണ്ടെങ്കിൽ കോടതി നൽകുക. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 14-ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. 15-ന് 5 ജില്ലകളിലും 16-ന് 3 ജില്ലകളിലും റെഡ് അലേർട്ടാണ്. ഇന്ന് 2 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, ഇന്നു മുതൽ ഏതാണ്ട് അടുത്ത ആഴ്ച തുടക്കം വരെയെങ്കിലും അതിതീവ്ര മഴ അല്ലെങ്കിൽ തീവ്ര മഴ സംസ്ഥാനത്ത് പരക്കെ ഉണ്ടാകും എന്നാണല്ലോ കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പാലിക്കേണ്ട ആഴ്ചയാണ് ഈ വരുന്നതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ മുന്നറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്ത തിങ്കളാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്നും നാളെയും ഒക്കെ പരക്കെ പലയിടങ്ങളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം തൊട്ടടുത്ത ദിവസങ്ങളിലാകട്ടെ അത് അതിതീവ്ര മഴയായി മാറും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നാളെ മുതൽ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പലയിടത്തും നൽകിയിട്ടുള്ളത്. അടുത്ത ദിവസം ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട്. ഞായറാഴ്ചയാകട്ടെ 4 ജില്ലകൾ, വടക്കൻ കേരളത്തിലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. സമാനമായി തന്നെ തൊട്ടടുത്ത തിങ്കൾ ദിവസവും റെഡ് അലേർട്ട് കൂടുതൽ ജില്ലകളിലുണ്ട്. ഓറഞ്ച് അലേർട്ടും സമാനമായി തന്നെ കൂടുതൽ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് നാളെ മുതൽ തിങ്കളാഴ്ച വരെ സംസ്ഥാനത്തെ പലയിടങ്ങളിലും അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 10 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ അങ്ങോട്ട് അടുത്ത ആഴ്ചക്കാലത്ത് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഈ തെക്കൻ ചൈനാക്കടലിൽ ഒരു ചുഴലിക്കാറ്റ്, വുഡിപ്പ് എന്ന പേരുള്ള ഒരു ചുഴലിക്കാറ്റ് നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇവയുടെ സ്വാധീനത്തിൽ അറബിക്കടലിൽ കാലവർഷക്കാറ്റ് അടുത്ത ദിവസങ്ങളിൽ ശക്തിയാർജിക്കുന്നതാണ് ഈ കാലവർഷം വീണ്ടും സജീവമാകാനോ അല്ലെങ്കിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയായി മാറാനുള്ള കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയകുമാർ. യെസ്, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലൊക്കെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ അല്ലെങ്കിൽ തീവ്രമഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഈ ദിവസങ്ങളിൽ മുഴുവൻ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് ഒക്കെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നത് അടുത്ത മണിക്കൂറുകളിലാവും കുറെ കൂടി വ്യക്തമാവുക. വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സഹപ്രവർത്തകൻ അറസ്റ്റിൽ. ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വൈശാഖാണ് അറസ്റ്റിലായത്. പകർത്തിയ ദൃശ്യങ്ങൾ അയച്ചു നൽകി പോലീസ് ഉദ്യോഗസ്ഥൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ പരാതി. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർക്ക് വസ്ത്രം മാറുന്നതിനുള്ള മുറിയിലാണ് വൈശാഖ് ഒളിക്യാമറ സ്ഥാപിച്ചത്. ഇതേ സ്റ്റേഷനിലെ പോലീസുകാരിക്ക് തന്നെ ഒളിക്യാമറ ദൃശ്യങ്ങൾ വൈശാഖ് ഫോണിലൂടെ അയച്ചു നൽകുകയും ചെയ്തു. ഇതോടെയാണ് സംഭവങ്ങൾ പുറത്തറിയുന്നത്. വൈശാഖ് നഗ്നദൃശ്യങ്ങൾ അയച്ചു ഭീഷണിപ്പെടുത്തിയ പോലീസുകാരി കട്ടപ്പന വനിതാ സെല്ലിൽ പരാതി നൽകി. വനിതാ സെല്ലിന്റെ നിർദ്ദേശപ്രകാരം കേസെടുത്ത സൈബർ പോലീസാണ് വൈശാഖിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ ഫോണിൽ കൂടുതൽ പോലീസുകാരികളുടെ നഗ്നദൃശ്യങ്ങൾ ഉണ്ട് എന്നാണ് വിവരം. സൈബർ പോലീസ് ഫോൺ വിശദമായി പരിശോധിക്കും. സംഭവത്തിൽ ഇടുക്കി പോലീസ് മേധാവി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ വിധേയമായി വൈശാഖിനെ സസ്പെൻഡ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ വൈശാഖിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. 24 ഇടുക്കി. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. MSC എൽസ 3 കപ്പൽ അപകടത്തിൽ സിവിൽ കേസ് നൽകാൻ AGക്ക് സർക്കാരിന്റെ നിർദ്ദേശം. MSCയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും ഇന്നലെ AGക്ക് നൽകിയ കത്തിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിനൊപ്പം സിവിൽ കേസ് കൂടി, ഇപ്പോൾ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സിവിൽ കേസായിരിക്കും കുറെ കൂടി ഫലപ്രദമെന്ന് സർക്കാരിനോട് നിയമവിദഗ്ധർ സൂചിപ്പിച്ചിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലേ ഇപ്പോൾ ഈ സിവിൽ കേസുമായി മുന്നോട്ട് പോകാൻ AGയോട് ആവശ്യപ്പെടുന്നത്?
വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന് ക്രിമിനൽ കേസ് എന്നതിനപ്പുറത്തേക്ക് സിവിൽ കേസ് കൂടി സ്യൂട്ട് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാരിന് വേണ്ടി സെക്രട്ടറി കൈമാറിയിട്ടുള്ള കത്തിൽ എജിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിന്റെ കത്തിൽ പറഞ്ഞിരിക്കുന്നത് MSC എൽസാത്രി കപ്പലപകടവുമായി ബന്ധപ്പെട്ട സിവിൽ കേസ് ഫയൽ ചെയ്യണം. മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ശേഖരിക്കാനും എജിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനമായി വന്ന MSCയുടെ മറ്റൊരു കപ്പൽ പിടിച്ചുവെക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണമെന്നും എജിക്ക് നൽകിയ കത്തിൽ സർക്കാർ ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. മാരിടൈം കേസ് നടത്തിയുമായി ബന്ധപ്പെട്ട വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നും സർക്കാർ എജിയോട് നിർദ്ദേശിച്ചിരുന്നു. വിജയകുമാർ. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് അത്. ഈ മറ്റൊരു കപ്പൽ പിടിച്ചു വെക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കണം എന്ന് എജിയോട് ആവശ്യപ്പെട്ടു. അതിന്റെ നിയമ സാധ്യത പരിശോധിക്കാനാണ് പറഞ്ഞത്. ഒപ്പം MSC എൽസാത്രി കപ്പൽ അപകടത്തിൽ ഒരു സിവിൽ കേസ് നൽകാൻ എജിയോട് സർക്കാർ ആവശ്യപ്പെടുകയാണ്. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സിവിൽ കേസായിരിക്കും കുറെ കൂടി ഫലപ്രദമാവുക എന്ന് നിയമവിദഗ്ധർ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇന്ന് പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. അതേസമയം തട്ടിപ്പ് കേസിലെ പ്രതികളായ 3 വനിതാ ജീവനക്കാരും 3 ദിവസമായി ഒളിവിലാണ്. കവടിയാറിലെ ദിയ കൃഷ്ണയുടെ ഫ്ളാറ്റിലെത്തിയാണ് മ്യൂസിയം പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ദിയയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ ഫ്ളാറ്റിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പോലീസ് ശേഖരിച്ചിരുന്നു. ഫ്ളാറ്റിൽ നിന്ന് അമ്പലമുക്കിലെ ഓഫീസിലേക്ക് തട്ടിക്കൊണ്ടുപോയി എന്നായിരുന്നു ജീവനക്കാരുടെ പരാതി. ദിയയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇതുവരെ ശേഖരിച്ച മുഴുവൻ ഡിജിറ്റൽ തെളിവുകളും കേസ് ഫയലുകളും ഉൾപ്പെടെ മ്യൂസിയം പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. DYSP ഷാജിക്കാണ് കേസിന്റെ തുടരന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാണ് താനും ആഗ്രഹിച്ചതെന്നും ദിയ. നേരത്തെ ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയം സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ വാദിയായിരുന്നു നമ്മളെ പ്രതിയാക്കി കളഞ്ഞല്ലോ ആദ്യം. പക്ഷേ അഫ്കോഴ്സ് ഇപ്പോൾ ഒരു സ്ട്രോങ് ടീമിന്റെ കയ്യിലോട്ടാണ് മാറ്റിയിരിക്കുന്നത് വിശ്വസിക്കുന്നു. ആൻഡ് സൂൺ അവരെ എല്ലാവരെയും പിടികൂടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേസമയം വലിയതുറ സ്വദേശികളായ 3 ജീവനക്കാർ ഒളിവിൽ തുടരുകയാണ്. പോലീസ് ഇവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചെങ്കിലും മൂവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. മൂവരുടെയും അക്കൗണ്ടുകളിലേക്ക് QR കോഡ് വഴി നടത്തിയ തിരിമറിയിലൂടെ 66 ലക്ഷം രൂപ എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കും. 24 തിരുവനന്തപുരം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ ഫോൺ സംഭാഷണത്തിൽ ആരോപണ വിധേയർക്ക് നോട്ടീസ് നൽകി CPI. കമല സദാനന്ദൻ, KM ദിനകരൻ എന്നിവർക്കാണ് നോട്ടീസ് നൽകിയത്. അടിയന്തരമായി മറുപടി നൽകാനാണ് നോട്ടീസിലെ നിർദ്ദേശം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഓഡിയോ സംഭാഷണം പ്രചരിച്ചതിന് പിന്നാലെയാണ് നേതാക്കൾക്കെതിരെ നടപടിക്ക് CPI നേതൃത്വത്തിന്റെ തുടക്കം. ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ട കമല സദാനന്ദൻ, KM ദിനകരൻ എന്നിവർക്കാണ് ഇന്ന് നോട്ടീസ് ലഭിച്ചത്. എത്രയും വേഗത്തിൽ മറുപടി നൽകാനാണ് നിർദ്ദേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ വിവാദത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കാനും CPI തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ഗൂഢാലോചന എന്ന നിലയിലാണ് CPI വിഷയത്തെ നോക്കിക്കാണുന്നത്. സമ്മേളനം നടക്കുന്ന സമയത്ത് പുറത്തുവന്ന ഫോൺ സംഭാഷണം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ കർശന നടപടികളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. നേതാക്കളുടെ സംഭാഷണം പുറത്തുവന്ന വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയും നിലനിൽക്കുന്നുണ്ട്. S ശ്യാംകുമാർ, 24 കൊച്ചി. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ നേരിയ വർധന. കോവിഡ് ബാധിതരുടെ എണ്ണം 7154 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ 2 മരണവും മധ്യപ്രദേശിൽ 1 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. കേരളത്തിൽ ഇന്നലത്തേതിനെ അപേക്ഷിച്ച് കോവിഡ് ആക്റ്റീവ് കേസുകളിൽ കുറവുണ്ടായി. രാജ്യത്ത് കേരളത്തിലും ഗുജറാത്തിലുമാണ് കൂടുതൽ കോവിഡ് ആക്റ്റീവ് കേസുകൾ ഇപ്പോഴുള്ളത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന 3 ബൗൺസർമാരെ MDMAയുമായി പിടികൂടി. തൃശൂർ സ്വദേശികളായ ഷെറിൻ തോമസ്, വിപിൻ വിൽസൺ, ആലുവ സ്വദേശി വിനാസ് പരീത് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത്. ആലുവ മുട്ടത്തെ ഫ്ളാറ്റിൽ നിന്നാണ് MDMA കണ്ടെടുത്തത്. സിനിമാ മേഖലയിൽ പരിശോധനകൾ കർശനമായതോടെ നടീനടന്മാരുടെ സുരക്ഷാ ജീവനക്കാർക്ക് ലഹരി വസ്തുക്കൾ സൂക്ഷിക്കാൻ കൈമാറുന്നതായി വിവരം ഉണ്ടായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്.
രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കേരളത്തെ മുക്തമാക്കാനുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങളുമായി മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് IPS. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ അതിഥിയായി എത്തിയ മുൻ DGP 24ന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിച്ചു. SKN40 രണ്ടാം ഘട്ടം നമ്മൾ ഇവിടെ തുടങ്ങുന്നു. ജ്യോതിർഗമയ, വെളിച്ചത്തിലേക്ക് നയിച്ചാലും അങ്ങ് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റിയ ആളാണെന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുമ്പോൾ ഞാൻ ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കേരളം അഭിമുഖീകരിക്കുന്ന വലിയ വിപത്തിനെ ചെറുത്തുതോൽപ്പിക്കാൻ കൂട്ടായ ഇടപെടൽ അനിവാര്യമെന്ന് ഋഷിരാജ് സിംഗ്. 3 നിർദ്ദേശങ്ങളാണ് മുൻ IPS ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വച്ചത്. കുട്ടികളെ സംസാരിക്കുക, ആ 24 മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊന്ന് സംസാരിക്കുക. ലക്ഷണങ്ങളുണ്ട്, അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് നമ്മൾ തന്നെ സംസാരിച്ചിട്ട് തീർക്കാനേ ഉള്ളൂ. ഉത്തരേന്ത്യയെ അപേക്ഷിച്ച് കേരളത്തിൽ നിയമപാലകർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനാലാണ് കേസുകളുടെ എണ്ണം കൂടുന്നതെന്ന് ഋഷിരാജ് സിംഗ്. ഇവിടെ ഒരു 3 കോടിയിലുള്ള ജനങ്ങളുടെ അടുത്ത് ഏകദേശം 1 ലക്ഷം കേസ് വരെ പോലീസും എക്സൈസും എടുക്കുന്നുണ്ട്. കേരളത്തിലെ ജയിൽ പുള്ളികളിൽ 30% മയക്കുമരുന്ന് കേസ് പ്രതികളാണ്. അതിൽ വിദേശികളും ഉൾപ്പെടുന്നതായി മുൻ ജയിൽ DGP. ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ അതിഥിയായെത്തിയ ഋഷിരാജ് സിംഗ് പങ്കുവച്ച പ്രധാന ആശങ്കകൾ കുട്ടികളുടെ അരക്ഷിതാവസ്ഥയും കുറ്റകൃത്യം മറച്ചുവെക്കാനുള്ള വിദ്യാലയങ്ങളുടെ വ്യഗ്രതയുമാണ്. നമ്മൾ കേരളത്തിൽ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവമായിട്ട് ഇത് കാണുന്നു. ഒരു പോലീസും എക്സൈസും തത്സമയത്തിൽ നടപടി എടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ചെറിയ ഒരു തോത് ഉണ്ടെങ്കിലും അതിന് ഒരു കേസ് നമ്മൾ എടുത്തിരിക്കുന്നു. മയക്കുമരുന്നിനെതിരെ താൻ രചിച്ച പുസ്തകത്തിന്റെ പ്രതി SKN സമ്മാനിച്ചാണ് ഋഷിരാജ് സിംഗ് മടങ്ങിയത്. ഒപ്പം സിനിമാ സംവിധായകനാകാനുള്ള പരിശീലനത്തിലാണെന്ന രഹസ്യവും പങ്കുവച്ചു മുൻ DGP. സിനിമ കയറാനുള്ള പരിപാടിയുണ്ടോ? പിന്നെ സത്യനന്ദിക്കാടിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ അത് അങ്ങനെ തീരുമാനം എന്തോ ഒരു ചെറുതായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അഭിനയിക്കുവോ? അല്ല, ഇല്ല. സംവിധായകനാകുക താല്പര്യം. അങ്ങ് വലിയൊരു സംവിധായകൻ അറിയപ്പെട്ടിട്ട്. ഋഷിരാജ് അന്തിക്കാട്. റിസർച്ച് ഡെസ്ക് 24. കൊച്ചി കാക്കനാട് വീട്ടമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമം. ബൈക്കിലെത്തിയ 2 പേരാണ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. കവർച്ചാശ്രമം ചെറുക്കുന്നതിനിടെ വീട്ടമ്മയുടെ മാലയിലെ താലി നഷ്ടമായി. ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇതിപ്പോൾ കാക്കനാട് തന്നെയല്ല, എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രതികളെ പറ്റിയൊക്കെ എന്തെങ്കിലും സൂചനകളുണ്ടോ? വിജയകുമാർ, പ്രതികളെ കുറിച്ച് സൂചനയില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാക്കനാട് വാഴക്കാലയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. ബുള്ളറ്റിലെത്തിയ 2 പേരാണ് മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. ഇതോടെ വീട്ടമ്മ എതിർക്കുകയായിരുന്നു. മാല വീട്ടമ്മയുടെ കയ്യിലിരുന്നു. ആ മാലയിൽ ഉണ്ടായിരുന്ന താലിയാണ് ഈ മോഷ്ടാക്കൾക്ക് കൈക്കലാക്കാൻ സാധിച്ചത്. CCTV ദൃശ്യങ്ങളുടെയൊക്കെ സാഹചര്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞ ആഴ്ചയും ഇതേപോലെയുള്ള മോഷണ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു. അപ്പോഴാണ് അവർ വടക്കേന്ത്യയിൽ നിന്ന് എത്തി ഇവിടെ മോഷണം കഴിഞ്ഞ് പോകാനെത്തിയ സംഘമാണെന്ന് അറിഞ്ഞത്. അത്തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. യെസ്, ശ്യാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ സംഘം, ഇങ്ങനെ മാല പൊട്ടിക്കുന്ന ഒരു സംഘം പലയിടത്തുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അത്തരം റിപ്പോർട്ടുകൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട്. കൊച്ചിയിലും സമാനമായ റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോഴിതാ കാക്കനാട്, എറണാകുളത്ത് കാക്കനാടാണ് ഈ സംഭവം ഉണ്ടായത്. പ്രതികളെ പറ്റി സൂചനകളില്ല, പോലീസ് അന്വേഷിക്കുകയാണ്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കേന്ദ്ര സർക്കാർ ഉന്നത പദവികൾ നൽകിയേക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡോക്ടർ ശശി തരൂർ MP കൂടിക്കാഴ്ച നടത്തി. ഔദ്യോഗിക വസതിയിലേക്ക് പ്രധാനമന്ത്രി തരൂരിനെ വിളിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൂടിക്കാഴ്ചയെക്കുറിച്ച് ശശി തരൂർ പ്രതികരിച്ചില്ല. അതേസമയം ഡോക്ടർ ശശി തരൂർ MP പ്രധാനമന്ത്രിയെ കണ്ടത് പാർട്ടി ലൈൻ തെറ്റിക്കുകയാണ് എന്ന് തോന്നുന്നില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ശശി തരൂരിന് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ലെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കുറച്ചാൾക്ക് തരൂരിനെ എങ്ങനെയെങ്കിലും ഇരുന്ന് പുറത്താക്കണമെന്നുണ്ട്. അതാണ് ഇന്നലെ ഞാൻ കണ്ടു ഒരു വാർത്ത, തരൂരിന് മുന്നറിയിപ്പ്. ആരാ മുന്നറിയിപ്പ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ അറിവിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ല കേട്ടോ. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരായ നേതാക്കളുടെ സംഭാഷണം ചോർന്നതിന് പിന്നാലെ CPI പ്രതിരോധത്തിലാക്കി വീണ്ടും ഓഡിയോ ലീക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മത്സരിച്ച പാലക്കാട്ടെ പാർട്ടി സെക്രട്ടറി കൂടിയായ KP സുരേഷ് രാജ് പരാജയപ്പെട്ടപ്പോൾ സന്തോഷം പങ്കുവയ്ക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. സംസ്ഥാന കൗൺസിൽ അംഗം OK സൈദലവിയുടെ ശബ്ദ സന്ദേശമാണ് പ്രചരിക്കുന്നത്. ആ ശബ്ദ സന്ദേശത്തിലേക്ക് ആദ്യം നമുക്ക് ആ ശബ്ദ സന്ദേശം കേൾപ്പിക്കാം. അതിനു മുമ്പ് ഇത് ഒക്കെ സൈദലവി നിഷേധിച്ച വിവരം കൂടിയുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങൾ നൽകും. ആദ്യം ശ്രീജിത്ത്,
ഇത് CPI ഇപ്പോൾ ഒരു ഓഡിയോ ലീക്കിന്റെ കാലമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പാലക്കാട്ട് എന്താണ് സംഭവിച്ചത് ശ്രീജിത്ത്? ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം OK സൈതലവിയുടെ ശബ്ദ സന്ദേശമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സൈതലവി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു പാർട്ടി പ്രവർത്തകനുമായി സംസാരിച്ച സന്ദേശമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയുന്നത് സുരേഷ് രാജ് ജില്ലാ സെക്രട്ടറിയുടെ പരാജയത്തിൽ വളരെ വലിയ സന്തോഷമാണ്, രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് എന്ന തരത്തിൽ സന്തോഷിക്കുന്ന തരത്തിലാണ് ആ ശബ്ദ സന്ദേശമുള്ളത്. എന്തായാലും CPIയിൽ സമാനമായ രീതിയിൽ എറണാകുളം ജില്ലയിലെയും ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അത് ഇപ്പോൾ കൃത്യമായ രീതിയിൽ മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് പാലക്കാടും അത്തരത്തിൽ ഓഡിയോ പുറത്തു വരികയാണ്. CPI എന്തായാലും എറണാകുളത്തെ സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. അത് സമാനമായ രീതിയിൽ തന്നെ പാലക്കാടും ഒരു അന്വേഷണ കമ്മീഷൻ വേണമെന്ന ആവശ്യമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. എന്തായാലും OK സൈതലവി ഇപ്പോൾ KP സുരേഷ് രാജിനോടൊപ്പം നിൽക്കുന്നയാളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മുൻപ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് പാലോട് മണികണ്ഠൻ വിഭാഗം ഇപ്പോൾ സേവ് CPI ഫോറം അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരടക്കമാണ് കൃത്യമായ രീതിയിൽ ഈ ഒരു ശബ്ദ സന്ദേശത്തിന് പിന്നിലെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ OK സൈതലവി ഇത് നിഷേധിച്ചിട്ടുണ്ട്. അല്ല ശ്രീജിത്ത്, ഇത് കുറച്ച് പഴയതാണ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ എന്താണ് ആ പാർട്ടിക്കകത്തെ വിഭാഗീയ നീക്കങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമായി ഈ ഘട്ടത്തിൽ അത് പുറത്തു വന്നതാണെന്ന് തോന്നുന്നു. ഇതിൽ സൈതലവിയുടെ പ്രതികരണം എന്തായിരുന്നു? ഇത് തീർത്തും വ്യാജമായ ഒരു ഓഡിയോ സന്ദേശമാണ്, അടർത്തിയെടുത്ത സന്ദേശമാണ് എന്ന തരത്തിൽ തന്നെയാണ് OK സൈതലവി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ആ ശബ്ദ സന്ദേശം നമുക്ക് അല്പസമയത്തിനകം തന്നെ കേൾപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ജില്ലാ സെക്രട്ടറിയുടെ പരാജയത്തിൽ രാഷ്ട്രീയമായ പരാജയം തന്നെയാണ്. മറ്റെല്ലായിടങ്ങളിലും ജയിക്കുന്ന സമയത്തും ഇവിടെ പരാജയപ്പെട്ടത്, മണ്ണാർക്കാട് KP സുരേഷ് രാജ് പരാജയപ്പെട്ടത് അതൊരു രാഷ്ട്രീയമായ പരാജയം തന്നെയാണ്, പണം വന്നിട്ടുണ്ടാകും എന്ന തരത്തിലടക്കം അത് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ CPIയിൽ ആഭ്യന്തരമായ പ്രശ്നം തന്നെയാണ്. നേരത്തെ സുരേഷ് രാജ് വിരുദ്ധപക്ഷത്ത് ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് സേവ് CPI ഫോറം എന്ന തരത്തിൽ പാർട്ടി വിട്ട് പുറത്തു പോവുകയും പിന്നീട് കുറെ ആളുകൾ തിരിച്ചു വരികയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പാർട്ടി സമ്മേളനം നടക്കുകയാണ്, CPI സമ്മേളനം നടക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ശബ്ദ സന്ദേശം ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. എന്തായാലും ഇതിൽ OK സൈതലവി അദ്ദേഹം ഇത് നിഷേധിച്ചിട്ടുണ്ട്. തൻ്റെ എന്താണ് വ്യാജമായി സൃഷ്ടിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ പാർട്ടി നിലപാട് എന്താണ്, CPIയുടെ വിശദീകരണം എന്താണ് എന്നതൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും.